എന്താ ഭൈരവി രാവിലെ തന്നെ നമ്മെ കാണാൻ വന്നത്? അമ്മാമ്മേ, എന്റെ ശത്രു ആ നശിച്ച ജന്മം കനിമൊഴി അവൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ദർശനം കഴിച്ച ശേഷം ശിവാലയ യാത്രയ്ക്ക് പോകാനാ അവളുടെ പദ്ധതി. എങ്ങനെയും അവളുടെ ശിവാലയ യാത്ര മുടക്കണം അമ്മാമ്മേ. അതിന് എനിക്ക് അമ്മാമ്മയുടെ സഹായം ഉണ്ടാവണം. മീനാക്ഷിയും പൂങ്കുടിയും വന്നിട്ടില്ലേ? ഇല്ല, അവർ ശിവാലയ യാത്രയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞല്ലോ. ക്ഷേത്ര ദർശനം കഴിച്ച ശേഷം കനിമൊഴിയും അവരോടൊപ്പം ശിവാലയ യാത്രയ്ക്ക് പോകും. കനിമൊഴിയുടെ ശിവാലയ യാത്രയാണ് മുടക്കേണ്ടത്. നമുക്ക് ആ മുടിഞ്ഞ ജന്മമായ പൂങ്കുടിയോടാണ് വൈരാഗ്യം. അവളുടെ ശിവാലയ യാത്രയാണ് മുടങ്ങേണ്ടിയിരുന്നത്. അവൾ പോയി കഴിഞ്ഞല്ലോ അമ്മാമ്മേ. കനിമൊഴിയുടെ യാത്ര എങ്ങനെയും മുടക്കണം. അതിന് ഒരു വഴി കണ്ടെത്തണം. അമ്മാമ്മ തന്നെ അതിനൊരു ഉപായം കണ്ടെത്തണം. ഒരു വഴിയുണ്ട്. കനിമൊഴിയെ മോഷണക്കുറ്റത്തിൽ കുടുക്കുക. മഹാരാജൻ ക്ഷേത്രത്തിന് സമർപ്പിച്ച രത്നഹാരം ഇന്ന് അറയിൽ നിന്നും പുറത്തെടുക്കുന്നുണ്ട്. പൂജ കഴിഞ്ഞ ശേഷം മേൽശാന്തി ആ ഹാരം നമ്മെ തിരിച്ചേൽപ്പിക്കും. ആ രത്നഹാരം കനിമൊഴിയുടെ പക്കൽ എത്തിക്കണം. എങ്ങനെ? നമുക്ക് പിന്നെ സംസാരിക്കാം. പൂജയ്ക്കുള്ള സമയമായി. അറയിൽ നിന്നും രത്നഹാരം എടുത്ത് തന്നാട്ടെ. ശരി. കാണുന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. ഇവിടെ ഇങ്ങ് ആൾപ്പാർപ്പില്ലേ ചേച്ചി? ഇല്ലെന്ന് തോന്നുന്നു. സൂക്ഷിച്ച്. അയ്യോ, എന്താ? എന്തു പറ്റി? ഇത് വളരെ അപകടം പിടിച്ച വഴിയാ ചേച്ചി. സാരയില്ല, നീ സൂക്ഷിച്ച് നടക്ക്. വാ. നടക്കാൻ വളരെ പ്രയാസം തന്നെ. എന്നൊന്നും പറഞ്ഞൂടെ പൂങ്കുടി. ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നടന്നോളൂ. കാടും മേടും ഒക്കെ പൂമത്തെയാണെന്നേ അനുഭവപ്പെടൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അങ്ങുന്നേ, എന്താ? മഹാരാജൻ എഴുന്നള്ളുന്നുണ്ട്. എന്താ മേൽശാന്തി, ഒരു മുന്നറിയിപ്പുമില്ലാതെ മഹാരാജന്റെ എഴുന്നള്ളിപ്പ്? മഹാരാജൻ കാഴ്ചവെച്ച രക്തഹാരം ചാർത്തിയുള്ള പൂജ ദർശിക്കാനാണ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളിയിരിക്കുന്നത്. എങ്കിൽ ക്ഷണത്തിൽ വരിക. ഓം ശ്രീ പാർവതീപദേ പരമേശ്വര.
ശംഭോ മഹാദേവ. പ്രണാമം മഹാരാജൻ. പ്രണാമം. പ്രണാമം തിരുമനസേ. പ്രണാമം. ഇന്ന് തൃക്കടയൂരപ്പന്റെ പക്കനാളല്ലേ? നാം സമ്മാനിച്ച രത്നഹാരം ചാർത്തിയുള്ള വിശേഷാൽ പൂജ ദർശിക്കാനാണ് നാം മുന്നറിയിപ്പൊന്നുമില്ലാതെ തിരക്കിട്ട് വന്നത്. അത് അടിയങ്ങൾ മറന്നിട്ടില്ല മഹാരാജൻ. വിഗ്രഹത്തിൽ ചാർത്താനായി രത്നഹാരം അടിയൻ തിരുമേനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. രത്നഹാരം ചാർത്തി ഉടനെ പൂജ കഴിക്കാം തിരുമനസേ. അങ്ങനെ ആയിക്കോട്ടെ. ആപൽബാന്ധവ, മഹാദേവ, പാർവതീപദേ, ശ്രീ പരമേശ്വര, മഹാദേവ. ശംഭോ മഹാദേവ, ശ്രീ പാർവതീപദേ പരമേശ്വര, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. രത്നഹാരം ചാർത്തിയുള്ള വിശേഷാൽ പൂജ ദർശിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. പൂജ നമ്മെ ഏറെ സന്തോഷവാനാക്കി തിരുമേനി. എല്ലാം തൃക്കടയൂർ ദേവന്റെ അനുഗ്രഹം. ഈ രത്നഹാരം മേലധികാരിയെ ഏൽപ്പിക്കാമോ തിരുമനസേ? ഏൽപ്പിക്കാം. കൽപ്പന പോലെ. രത്നഹാരം കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ ഒളിപ്പിക്കുക എന്നതാണ് ഭൈരവിയുടെ ജോലി. എന്താ ഭൈരവി ഒരു വല്ലായ്മ? എനിക്കാകെ പേടിയാവുന്നു അമ്മാമേ. മഹാരാജൻ ഭഗവാന് സമ്മാനിച്ച രത്നഹാരം കൊണ്ടുള്ള കളിയാണെന്ന് ഓർക്കുമ്പോ ഉള്ളിലാകെ തീ കത്തുകയാണ് അമ്മാമേ. കള്ളി വെളിച്ചത്തായ മഹാരാജൻ എന്റെ തല അരിഞ്ഞത് തന്നെ. ഒന്നും വേണ്ട അമ്മാമേ, കനിമൊഴി ശിവാലയ യാത്രയ്ക്ക് പൊയ്ക്കോട്ടെ. ഭൈരവി വേണ്ട, രത്നഹാരം അമ്മാമ കൊണ്ടുപോയിക്കോളൂ. ഇത്രയ്ക്ക് ഭീരുവാണോ നീ? ഭൈരവി, നിനക്കൊരാപത്ത് സംഭവിക്കില്ല. മഹാരാജനും നിനക്കുമിടയിൽ മേലധികാരി എന്ന നാം ഉറച്ചു നിൽക്കുകയല്ലേ. പേടിക്കാതെ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മണ്ഡപത്തിൽ വന്ന് അല്പനേരം വിശ്രമിക്കുന്ന പതിവുണ്ട് കനിമൊഴിക്ക്. ആ സമയത്ത് നീ ചെന്ന്
കനിമൊഴിയുമായി വാക്തർക്കവും കയ്യേറ്റവും ഒക്കെ തുടങ്ങുക. അതിനിടയിൽ രത്നഹാരം അവളുടെ ഭാണ്ഡക്കെട്ടിൽ വെക്കുക. മഹാരാജൻ ഇപ്പൊ ക്ഷേത്രത്തിലുണ്ട്. അദ്ദേഹം മടങ്ങുന്നതിന് മുമ്പായി നീ കാര്യങ്ങൾ സാധിക്കണം. പിന്നീടുള്ള കരുനീക്കങ്ങളൊക്കെ നാം നടത്തിക്കൊള്ളാം. എന്താ ഭൈരവി, നിന്റെ ആജന്മ ശത്രുവിനെ ദീർഘകാലം കാരാഗൃഹത്തിൽ അടയ്ക്കാനുള്ള പണിയാണ് അരങ്ങേറാൻ പോകുന്നത്. അനന്തരവളെ തികഞ്ഞ മനോധൈര്യത്തോടെ കാര്യങ്ങൾ നിറവേറ്റുക. शम्भो स्वयंभो भो शम्भो शिव 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 शम्भो स्वयंभो शंकर करुणाकर मामव भवसागर तारक गंगाधर शंकर करुणाकर मामव भवसागर तारक भो शंभो शिव शंभो स्वयं തിരുമേനി, അടിയൻ നാം സമ്മാനിച്ച രത്നഹാരം വിഗ്രഹത്തിൽ ചാർത്തിയപ്പോ ഭഗവാന് പ്രത്യേകമായൊരു ചൈതന്യമുണ്ടായതായി നമുക്ക് അനുഭവപ്പെട്ടു. പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഭഗവത് സാന്നിധ്യം അടിയനും അനുഭവപ്പെട്ടു തിരുമനസേ. ഓ, രത്നഹാരം കാഴ്ചവെച്ചതിൽ പിന്നെ നമുക്കിടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാവാറുണ്ട്. ചുരുക്കത്തിൽ തൃക്കടയൂരപ്പന്റെ കൃപാകടാക്ഷം ആവോളം നേടിത്തന്നിരിക്കുക ആ രത്നഹാരം. എല്ലാം തൃക്കടയൂരപ്പന്റെ മായാവിലാസങ്ങൾ. നമുക്ക് ഉച്ചപൂജ കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ വിശ്രമിക്കണം. അടിയങ്ങളുടെ ഭാഗ്യം. വിശ്രമിക്കാനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം. വന്ദനം തമ്പുരാനെ.
തൃക്കടയൂരപ്പന് നീതിച്ച പ്രസാദമാണ് തിരുമനസേ. ഭഗവാന്റെ നിവേദ്യ പ്രസാദം കഴിച്ചിട്ട് നാളുകളേറെയായി. ഇപ്പോൾ അതിന് സംഗതിയായതും മഹാപുണ്യം. തിരുമനസേ, അങ്ങ് കാഴ്ചവെച്ച രത്നഹാരം അറയിൽ നിന്നും കാണാതായിരിക്കുന്നു. എന്ത്? രത്നഹാരം കാണാനില്ലെന്നോ? പൂജ കഴിഞ്ഞ ശേഷം മേൽശാന്തി ഊരിത്തന്ന രത്നഹാരം ഇപ്പോഴല്ലേ അറയിൽ വെച്ച് പൂട്ടാനായി താങ്കൾ കൊണ്ടുപോയത്? അതെ, അടിയനത് അറയിൽ വെച്ച് പൂട്ടുകയും ചെയ്തു. അടിയനിപ്പോൾ അറ തുറന്ന് നോക്കുമ്പോൾ പെട്ടകം മാത്രമേ ഉള്ളൂ. പെട്ടകത്തിൽ രത്നഹാരം കാണാനില്ല. ഇതിലെന്തോ പന്തികേടുണ്ടോ തിരുമനസേ? രത്നഹാരം ക്ഷേത്രത്തിൽ തന്നുണ്ട്. പുറത്തേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള സമയമായിട്ടില്ല. ഹാരം കണ്ടെത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്താലും തിരുമനസേ. നമ്മുടെ ആത്മസമർപ്പണമാണ് ആ രത്നഹാരം. അത് നഷ്ടപ്പെടാൻ പാടില്ല. ക്ഷേത്രത്തിൽ പ്രവേശിച്ച ആരെയും ക്ഷേത്രം വിട്ടുപോകാൻ അനുവദിക്കരുത്. കൽപ്പന പോലെ. സംശയം തോന്നുന്ന ആരെയും ദേഹപരിശോധന നടത്താതെ പുറത്തു പോകാൻ അനുവദിക്കരുത്. എല്ലാവരെയും ഉടൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കുക. കൽപ്പന പോലെ. നിൽക്ക്. ആരും ക്ഷേത്രത്തിന് പുറത്തു പോകരുതെന്ന് കൽപ്പനയുണ്ട്. രത്നഹാരം കാണാതായിരിക്കുന്നു. എല്ലാവരെയും പരിശോധിക്കണം. നടക്ക്. ക്ഷേത്രമുറ്റത്തേക്ക് നടക്ക്. നടക്കാൻ. തിരുമനസേ, കൽപ്പന പ്രകാരം എല്ലാ ഭക്തജനങ്ങളെയും പരിശോധിച്ചു കഴിഞ്ഞു. ആരും രത്നഹാരം മോഷ്ടിച്ചിട്ടില്ല. കനിമൊഴി എന്നൊരു കുട്ടി അടിയങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ക്ഷേത്രത്തിന് പുറത്തു പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ, കനിമൊഴി. കനിമൊഴി. ആ കുട്ടിയെ അടിയനും ക്ഷേത്രത്തിൽ കണ്ടിരുന്നു തമ്പുരാനെ. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ പെട്ടെന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ ഹാരം മോഷ്ടിച്ചത് അവൾ തന്നെ ആയിരിക്കും. ഇതിനു മുമ്പും അവൾ ചില്ലറ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് തമ്പുരാനെ. ക്ഷമിക്കണം തിരുമനസേ, മേലധികാരി അദ്ദേഹം കനിമൊഴിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ കുട്ടി ഒരു മോഷണം നടത്തിയതായി എനിക്കറിവില്ല. അവൾ ഉത്തമ ശിവഭക്തയും സത്യസന്ധയുമാണ് തിരുമനസേ. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ആത്മസമർപ്പണമായ ആ രത്നഹാരം നഷ്ടപ്പെട്ടത് നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അതാരാണ് മോഷ്ടിച്ചതെന്ന് നമുക്കറിയണം. ക്ഷണത്തിൽ പോയി കനിമൊഴി എന്ന പെൺകുട്ടിയെ കണ്ടെത്തി പരിശോധിക്കുക. നിൽക്കവിടെ. ആ ഭാണ്ഡം എടുക്ക.
രത്നഹാരം മഹാരാജൻ ക്ഷേത്രത്തിന് സമർപ്പിച്ചതാണ്. ഇതെങ്ങനെ കുട്ടിയുടെ കൈവശം വന്നു? അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ? കളവ് പറയുന്നോ? ഈ രത്നഹാരം കുട്ടി മോഷ്ടിച്ചതല്ലേ? ഞാൻ മോഷ്ടിച്ചെന്നോ? ഇല്ല, തൃക്കടയൂരപ്പനാണ് സത്യം. ഇതെങ്ങനെ എന്റെ ഭാണ്ഡത്തിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നാളിതുവരെ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യം. നടക്ക് കൊട്ടാരത്തിലേക്ക്. ഇനിയെല്ലാം തിരുമനസ് തീരുമാനിക്കട്ടെ. നടക്ക്. അയ്യോ, നിരപരാധിയായ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ശിവാലയ യാത്രയ്ക്ക് പോവുകയാണ്. അത് തടസ്സപ്പെടുത്തുന്നത് മഹാപാപമാണ്. എന്നെ വിട്ടയക്കൂ സഹോദരന്മാരെ. ഓ പിന്നെ, ഭഗവാന്റെ മുതൽ മോഷ്ടിച്ച് ശിവാലയ യാത്ര നടത്തിയിട്ട് എന്താ കാര്യം? ഒരു പുണ്യം കിട്ടില്ല കൊച്ചേ. നടക്ക്, നടക്കങ്ങോട്ട്. തൃക്കടയൂരപ്പ ഭഗവാനെ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. രക്ഷിക്കണേ,